ഓക്കെ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഗെറ്റ് വെരി വിത്ത് മീ ആണ് എന്നൊരു വീഡിയോ അല്ലേ മേ? ഇത് ഇവളുടെ ചാനലല്ല, ഞങ്ങളുടെ ചാനലാണ്. നോ, ദിസ് ഇസ് മൈ ചാനൽ. ഓക്കെ, നമുക്ക് റെഡി ആവാം. നമുക്ക് ഫസ്റ്റ് തന്നെ മുടി ഒന്ന് പിൻ ചെയ്ത് ഫസ്റ്റ് പാസിങ് ആൾക്കാരാണ്. എന്നോട് പറഞ്ഞു ഈ വീഡിയോയിൽ വരണ്ടാന്ന്. ഞാൻ ഒന്നും പറഞ്ഞില്ല ഗായ്സ്. ഇനി നമുക്ക് മുടി ഒന്ന് കെട്ടി വെക്കാം. പിന്നെയും വരും, ഇടയ്ക്ക് വരും. നമ്മൾ മുടി കെട്ടി വെച്ച് നമുക്ക് സൺസ്ക്രീൻ ഇടാം. സൺസ്ക്രീൻ എനിക്കെന്താ വേണോ? ഇല്ല ഗൈസ്, ഇതിലില്ല ഗൈസ്. പെർഫ്യൂം ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ഇല്ല ഗൈസ്. ഉണ്ട് ഗൈസ്. ഇത് ബേബി ഹക്കിന്റെ സൺസ്ക്രീൻ. ഫസ്റ്റ് റെനിയുടെ ആയിരുന്നു എനിക്ക്. റെനിയുടെ സൺസ്ക്രീൻ നല്ലതാണ്, ബേബി ഹക്കിന്റെ സൺസ്ക്രീൻ നല്ലതാണ്. ഇത് SPF 30+. അവൾ ഈ ലൈറ്റിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറയും. വേണ്ടല്ലോ, ഇത് ബാക്കി എവിടെ ഇടും? ഇത് സീരിയൽ അല്ല, നീട്ടി കൊണ്ടുപോകാം. ഇച്ചിരി വേഗം ചെയ്യാൻ പറ്റില്ല. ഇത് സൺസ്ക്രീൻ കൂടി പോയാൽ പണി പാടും. ഓക്കെ, ഇനി നമുക്ക് റെനിയുടെ ബ്ലഷ് ഇടാം. റെനി തന്നെ ബ്ലഷ് ഉണ്ട്. ഇത് റെനി പ്രിൻസസ്. ഇത് ഞാൻ വാങ്ങിയത് ഇൻസ്റ്റഗ്രാമിലല്ല, ഇത് പ്രിയ ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാ ബർത്ത്ഡേക്ക്. എല്ലാം എനിക്കറിയാം. കുറച്ചുകൂടെ മുകളിലല്ലേ ഇടുന്നത്? ചീറ്റിപ്പോയി. ഇട്ടു ഞങ്ങള് വരുന്നില്ലേ? ഇത് നമുക്ക് ലിപ് ബാം ഇടാം. റെനിയുടെ ഇടും ഞാൻ, പക്ഷെ ഇപ്പം സമയത്തിന് ലിപ് ബാം ഇടാം നമുക്ക്. അധികം കെമിക്കൽസ് ഒന്നും ഞാൻ യൂസ് ചെയ്തില്ല. സമേതയുടെയും റെനിയുടെയും ചിപ്പിടക്കൂത്ത് വേണമെങ്കിൽ എപ്പോഴും ഞാൻ ഇടാറില്ല അല്ലേ മേ? ചിപ്പിടക്കൂത്ത് എപ്പോഴും ഇടാറില്ലല്ലോ. എല്ലാ അടപ്പും മാറിപ്പോണുണ്ടോ? നമുക്ക് ലൈറ്റായിട്ട് തന്നെ ഇതിൻ്റെ തന്നെ ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട്. ഇതിന് തന്നെ പൗച്ചിനകത്ത് എൻ്റെ ബ്രഷ് ഇരിപ്പുണ്ട്. ഇത് ആക്ച്വലി എൻ്റെ പൗച്ചല്ലായിരുന്നു, ഇത് ഉമ്മയുടെ പൗച്ചാക്കിയതാണ്. എല്ലാം തറയുന്നത് ഹെൽപ്പിന് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അതൊക്കെ സംഭവിക്കും. പൗച്ചെടുക്കുമ്പോൾ ഇപ്പം എൻ്റെ 2 കയ്യിലും ഫ്രീ അല്ലായിരുന്നു, അതുകൊണ്ടാണ് തറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടച്ചു വെക്കട്ടെ, അല്ലെങ്കിൽ ഇന്നത്തെ പൊടി കയറും. ഈ 3 സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യാറുള്ളതും പിന്നെ ഐലൈനറും. ഇനി നമുക്ക് ചിപ്പിടെ കുത്തിടാം. അതുകൊണ്ട് ഈ ഐലൈനറും ഞാൻ ഈ ഐലൈനറും യൂസ് ചെയ്യാറുണ്ട്. ഈ 2 യൂസ് ചെയ്യാറ്. ഇത് ഉമ്മയുടെ അടിച്ചു പറ്റി ലേമേ, കണ്ണെഴുതാനല്ല കേട്ടോ.
ഇച്ചിരി കൂടെ മാറ്റണം കുത്തിടേണ്ടതേ. അപ്പം ഞാൻ മാറ്റി. ഇപ്പോഴാണ് കറക്റ്റ് കുത്തായത്. കൊത്തിട്ടു. ഇനി നമുക്ക് ഹെയർ ചെയ്യാം. അത് നല്ല സോഫ്റ്റ് ആട്ടോ, ഭയങ്കരമായിട്ട് ചെലവൊന്നുമില്ല. ഇങ്ങനെയാണ് സാധാരണ ഞാനൊരു ഹെയർ ബാൻഡ് എടുത്ത് നോക്കും. ദുവാമിന്റെ ഹെയർ കാണുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഇപ്പൊ എന്താണ് ആ കേളി ഹെയർ മാറിയിട്ട് സ്ട്രെയിറ്റ് ഹെയർ ആയല്ലോ എന്ന്. ഇതൊരു ട്രീറ്റ്മെന്റ് ചെയ്തതാട്ടോ. ഇത് ചെയ്യാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ നമ്മുടെ ലൊക്കേഷനിൽ ഡെയിലി അവൾക്ക് മറ്റേ ഇത് ചെയ്യുമായിരുന്നു, അയൺ ചെയ്യുമായിരുന്നു. അപ്പൊ ഡെയിലി അത് ഒരു തവണയല്ല അയൺ ചെയ്യേണ്ടി വരിക. കാരണം ഉച്ചയ്ക്കൊരു ബ്രേക്ക് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും ചെയ്യും. എപ്പോഴൊക്കെ ഇത് അവർക്കൊരു വേണ്ടുന്നൊരു ഹെയർ കേളി സ്ട്രക്ചർ അല്ലായിരുന്നു, കേളി ടെക്സ്ചർ അല്ലായിരുന്നു അവർക്ക് വേണ്ടുന്നത്. അവർക്കൊരു സ്ട്രെയിറ്റ് ടെക്സ്ചറുള്ള പഴയ മാമാട്ടിക്കുട്ടി അമ്മയുടെ ഒക്കെ ഒരു പോലത്തെ ഒരു ഹെയർ സ്റ്റൈലായിരുന്നു വേണ്ടത്. പക്ഷേ ദുവാമിയുടെ കേൾ ആയതുകൊണ്ട് എല്ലാ ദിവസവും അവർ അയൺ ചെയ്ത് ഒക്കെ എടുത്താലേ ഇത് അതേപോലെയൊക്കെ ഇരിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുമ്പോൾ അവളുടെ ഹെയറിന് ഭയങ്കര ഡാമേജ് ആണ്, തലയ്ക്ക് ഭയങ്കര കേടാണ്. അപ്പോൾ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ഞാൻ എടുത്തേക്കുന്നതാണ്. പക്ഷെ എനിക്ക് എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് ഞാൻ ഓർക്കുന്ന സമയത്ത് ഞാൻ അടുത്ത വീഡിയോയിൽ അങ്ങനെ ഞാനത് പറയാമേ. അതാട്ടോ ചെയ്തേക്കുന്നത്. പക്ഷെ ഈ സ്മൂത്തനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് ഗ്രോത്ത് വരില്ലേ, അതേപോലെ തന്നെ ഗ്രോത്ത് വരുന്നുണ്ട്. കണ്ടോ ഈ തിരിഞ്ഞ പോലെ കണ്ടോ? അത് വീണ്ടും നമ്മൾ പഴയ പോലെ തന്നെ റീടച്ച് ചെയ്തുള്ളൂ. പക്ഷെ എനിക്കൊരു താല്പര്യമില്ല ഇതിനെ റീടച്ച് ചെയ്യാനായിട്ട്. ഇനിയും കെമിക്കൽസ് കയറ്റാൻ താല്പര്യമില്ല. കേളി ഹെയർ അങ്ങനെ തന്നെ അവരെ പോയി ഉമ്മി പോയിട്ടുണ്ട്. അതിനെടുത്തിട്ട് വരാനായിരിക്കും. എനിക്ക് ഇഷ്ടമുള്ള ചെയ്യാം. രണ്ട് സൈഡ് മാത്രം കിട്ടില്ല. അതോടെ ബെഡിൽ ഇരിക്കുന്നത് കൊണ്ട് ജസ്റ്റ് അങ്ങ് ബോ ചെയ്താൽ മതി. നമ്മൾ ഇനി വേറെ എങ്ങോട്ട് പോകുന്നില്ലല്ലോ. പ്ലീസ് ജസ്റ്റ് ബോ ചെയ്ത് വെക്കും. ഇത് ആദ്യം ഇരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ ആദ്യം ബെഡിൽ ഇരിക്കുക. സോ എനിക്ക് അത്ര വിശ്വാസമില്ലാണ്. മോൻ ജസ്റ്റ് ബോ ചെയ്ത് വെക്കും. ഓക്കെ. രണ്ട് സ്ലൈഡ് ഉണ്ടെങ്കിൽ എനിക്ക് തരാമോ? സ്ലൈഡോ? ബ്ലാക്ക്. അതൊക്കെ വണ്ടിയില്ല. ആരോ വന്നെന്ന് തോന്നുന്നു. ആരോ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ആൾ ഇപ്പം വരും. അസീർ മുഹമ്മദ് ആണ്, മുണ്ടെടുത്തോണ്ടാണ് പോയത്. ആരിപ്പം വരുമെന്നാണ് തോന്നുന്നത്. ആണ്ടേ അപ്പം വരും. നാണ്ടേ ഞാൻ മുടി. ഇനി നമുക്ക് വൈറ്റ് ഡ്രസ്സായിരുന്നു. ഞാൻ ഇതാണ് ഇടുന്നത്. ഡ്രസ് കോസ്റ്റ്യൂം ഇതാണ് ഉണ്ടത്. അപ്പം ഞാൻ ഹോട്ടലിലാണ്ട് വേറെ ഒന്നും ഇട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമുക്കിനി ക്രീം ഇടാം. ഫേവറേറ്റ് നല്ല മണമുള്ള ക്രീമാണ്. ഒരു ഡ്രോപ്പ് എടുക്കാൻ സമ്മതിക്കത്തുള്ളൂ. ദിസ് ഈസ് 1 ഡ്രോപ്പ്. അത് ബോഡി ലോഷൻ. ഇതൊന്നും പിള്ളേർ ഇടാൻ പാടില്ല. എന്താ പറയട്ടെ? പക്ഷെ ഇച്ചിരി സ്മെല്ല് ഇട്ടിട്ട് നോർമലി യൂസ് ചെയ്യുന്നത് സെബാമെഡിന്റെ തന്നെ ബോഡി ലോഷൻ. ചെന്നൊരു വീഡിയോക്ക് ഞാൻ ഇച്ചിരി മണം കിട്ടാൻ വേണ്ടി ഇട്ടതാണ്. വീഡിയോക്ക് മണം കിട്ടാൻ കേട്ടോ. വീഡിയോക്ക് മണം കിട്ടാനില്ല, എവിടെയെങ്കിലും പോകുമ്പോൾ ഇച്ചിരി മണം കിട്ടണ്ടേ, അത് നല്ല കാര്യമല്ലേ. നമുക്ക് കയ്യിൽ സാധനങ്ങൾ ഇടാം. ഞാൻ ചെയിൻ ഇട്ടിട്ടുണ്ട് നോർമലി. നമുക്ക് റിങ് വേണം. ഞാൻ ഈ റിങ് ഇടുന്നത്. ഈ റിങ് ഇട്ടിട്ട് പിന്നെ വേണ്ട ഈ സാധനം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ ഒക്കെ ചെയ്തു. ഇനി നമുക്ക് നേരത്തെ എന്താണ് ചെയ്യേണ്ടത്? അയ്യോ ഒരു കാര്യം ഒന്ന് പോയി. അമ്മേ സ്പ്രേ ഉണ്ടോ? അമ്മേ സ്പ്രേ നോർമൽ പെർഫ്യൂം ഞാൻ കണ്ടില്ല. ഇതാണ്. ഏത് പെർഫ്യൂമാണ് ഇത്? എനിക്കും അതാണ് ഞാൻ ചോദിച്ചത്. പാപ്പയ്ക്കറിയാം. അർബുവ വായിക്കാൻ.
എനിക്കും പറഞ്ഞോടും. അപ്പം ഞാൻ എന്തോ അറബിൻ്റെ ആണിത്. ഞാൻ കാണിച്ചു തരാം അടപ്പിട്ടിട്ട്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൊടുത്തേക്കണേ. തുറക്കാൻ ഭയങ്കര പാടാ. നമുക്ക് സ്പ്രേ. ഓക്കെ, നമ്മൾ സ്പ്രേ ഒക്കെ അടിച്ചു, നമ്മളെല്ലാം ചെയ്തു വെച്ചു. ഇനി നമുക്ക് അങ്ങോട്ട് നമ്മളിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. ഇനി നമുക്ക് ചെരുപ്പിടണോ. ക്യൂട്ട് കോംബോ ഉണ്ടായിരുന്നു. ഇതൊക്കെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു. ഇത് വാങ്ങണമെങ്കിൽ പിന്നെ ഈ മിനിസോ എന്നത് മസ്റ്റാണ് ഗൈസ് വാങ്ങുന്നത്. ഹെൽപ്ഫുള്ളാണ്. പക്ഷെ ഇത് കാണിച്ചാൽ എങ്ങനെയാണ്. ഇത് കാണുന്ന പാരന്റ്സ് പറയുന്നത് എന്തായിരിക്കും എന്ന് പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് പിള്ളേരെ കാണിച്ച് എടുത്ത് എന്ന് പറയും. ഇവിടെ ബാക്കില് സാധനം സ്റ്റാൻഡ് ഇതെവിടെ കിട്ടുമെന്ന് അറിയോ? മിനിസോ. എല്ലാരൊക്കെ ശ്രദ്ധിക്കുന്നു കേട്ടോ. മിനിസോ ഇതൊരു മസ്റ്റാണ്. അപ്പോൾ ഇതുണ്ട്. ഇനി നമുക്ക് ഹെയർ പിൻ ചെയ്ത് വെക്കണം. പിൻ ചെയ്യാനോ സാധനമൊക്കെ എവിടെയാ? ദേഷ്യം വരുന്നത് എനിക്ക്. എവിടെയൊക്കെയാ കൊണ്ടിട്ടിട്ട്. നമുക്ക് രണ്ട് സൈഡും വതിർത്തെടുത്തിട്ട് ഈ ഒരു സൈഡ്, നേരത്തെ കാണിച്ച സൈഡ് ഒരിടത്ത് കുത്തണം. അതാ ഇവിടെ ഇങ്ങനെ കുത്തി വെച്ചിട്ട് നല്ല ഭംഗിയില്ലേ. അതേപോലെ ഇപ്പുറത്തും കുത്തണം. ഇപ്പുറത്തും കുത്തി ലൈറ്റായിട്ടിടാം. രണ്ട് സൈഡും ആ സെയിം ഇതല്ല. ഞാനിത് ഇത് ഫുള്ള് ഡേ ഇൻ മൈ ലൈഫാട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി. ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ്. അത് ഈ വൈറ്റ് പോവാണ്. ഞാൻ നേരത്തെ കാണിച്ച വൈറ്റ് പോ. ഹായ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇനി ചപ്പൽ ഏതാന്ന് നോക്കാം. ചപ്പൽക്ക് ഒന്നും ഇല്ലാണ്. ഇതാണ് എൻ്റെ വാപ്പ. റെഡി ആയിട്ടില്ല, റെഡി ആവാൻ പോവാ. റെഡി ആവാൻ പോവാം. ഇനി നമ്മള് ചപ്പൽ എടുക്കട്ടെ. ഗായ്സ്, ഇതാണ് ഞാൻ റെഡി ആയത്. ഉമ്മയ്ക്ക് പണി കൊടുത്ത കേട്ടോ ഗൈസ്. ഞാൻ ഷൂസ് ഇടണം. ഞാൻ ഈ ഷൂസ് ആണ് ഇടുന്നത്. ക്രോക്സ്. നമുക്ക് ചെരുപ്പിടാം. ഇവിടെ ഒരാൾ ഇവിടെ കിടന്ന് ഓടുന്നുണ്ട് കേട്ടോ. ഹലോ ഹലോ, താരന്ന് ചിരിക്ക്. ചെരുപ്പിനാണ്. അങ്ങനെ ചെരുപ്പ് ക്രേസ് ആണ് കേട്ടോ. എന്റെ മറ്റേ കോമ്പില്ലേ, കോമ്പൊക്കെ എടുത്ത് വെച്ചു. കോമ്പില്ലേ മേ, നമ്മളെ ഈ ചീപ്പ് ഇത് വെച്ചോ. ഏതൊരു ബ്ലൂ ചീപ്പില്ലേ, ആ ബ്ലൂ ചീപ്പിനകത്ത് മറ്റേ ഇത് ചെയ്യത്തില്ലേ മേ, നോക്ക്. ഇങ്ങനെ ചെയ്യത്തില്ല, അത് വേണ്ട, ഇത് മതി. ഇതല്ലേ ഗൈസ്. ഇനി നമുക്ക് റീൽസ് എടുക്കാം. അതൊന്നും പറയത്തില്ല. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ആണ് ഗൈസ്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ലാസ്റ്റ് പറഞ്ഞില്ലേ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി നമ്മള് റീൽസ് എടുത്തിട്ട് അടുത്ത വീഡിയോ ഇടാം. റീൽസ് എടുത്തിട്ട് ഇനി നമ്മൾ പോകുന്ന വീഡിയോ എടുക്കാം. ഇനി ഉമ്മയുടെ റെഡി, വാപ്പയുടെ റെഡി. യാ, ഇനി അതും ഞാനും റെഡി. ഇനി ബ്രഷ് എല്ലാം എടുത്തോണ്ട് നോക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇനി ഞാൻ കഥകളൊന്നും മാറ്റി വെക്കുന്നില്ല. അപ്പം പറയുന്നു, ഹായ്, ചിരിക്കാൻ ഇങ്ങോട്ട് വാ.
വൈൻഡപ്പ് ചെയ്താ വൈൻഡപ്പ് ചെയ്തില്ല ഞാൻ ഒരിക്കലും. ഞാൻ ഇനി പോകുന്ന വീഡിയോ എടുക്കണം. അത് നമുക്ക് എടുക്കാം, അത് നമുക്ക് വേറെ ഷോർട്സിലിടാം. നോ ഗായ്സ്, നമ്മൾ എങ്ങോട്ടാ പോകുന്നത് നമുക്ക് തന്നെ അറിഞ്ഞോടാം. അപ്പൊ നമ്മള് വൈൻഡപ്പ് ചെയ്യുന്നില്ല, നമുക്ക് ഇനിയും പോയിന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി പോകുന്ന വീഡിയോ എടുക്കാം. ബൈ.